ഓക്കെ പൂഞ്ഞാനി ബാക്കി അറിയില്ല. പക്ഷേ ഓണം വന്നില്ല, ഓണം വരും. ഓണം വരണമെങ്കിൽ ഇനിയുണ്ട് 2 മാസമുണ്ട്. അപ്പോൾ ഓണത്തിന് പൂക്കൾ ഇടണ്ടേ? പൂക്കൾ ഇടണമെങ്കിൽ തൈ നടണം, വെന്തി നടണ്ടേ? അപ്പം വെന്തിയൊക്കെ നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയല്ലേ, കുറേ നട്ടില്ലേ? അപ്പോൾ പൂക്കളോട് കൂടി നമുക്ക് ഈ ഓണത്തെ വരവേൽക്കാം അല്ലേ? അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിന് ഇനി 2 മാസം. അപ്പോൾ 70 ദിവസത്തിന് മുന്നേ നമ്മൾ ബന്ദികളെല്ലാം നടാൻ തീരുമാനിച്ചു. ആ ബന്ദി തൈകളുടെ നടിയിൽ ഇന്ന് തുടങ്ങിയാണ്. ഏകദേശം 2-3 ദിവസം കൊണ്ടേ തൈകളെല്ലാം നട്ടു തീർക്കാൻ കഴിയുള്ളൂ. അപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും, പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് NS ശിവപ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നമ്മൾ ബന്ദി തൈകളെല്ലാം ഇന്ന് നട്ടു തുടങ്ങി. അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലും നടത്തി. കാരണം നമ്മുടെ മനസ്സിനൊരു ആഘോഷത്തിലേക്ക് വരാൻ പോകുമ്പോൾ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുള്ളൊരു ഉത്സവം പോലെയാണ് നടത്തണം. അന്നേരം നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവരും വരുന്നു, സന്തോഷിക്കുന്നു, അതോടൊപ്പം തന്നെ തൈകളെല്ലാം നടുന്നു. ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അപ്പം എല്ലാവരും കൂടി ചേർന്ന്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കുശലം പറഞ്ഞുകൊണ്ട് ബന്ദിത്തൈ നടുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇത്തവണ കൊണ്ടുപോയത്. അത് നമുക്ക് വളരെ സന്തോഷം നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏതാണ്ട് 20ഓളം വരുന്ന തൊഴിലാളികൾ, അവർ തൊഴിലാളികളെന്ന് പറയുന്നത് നമ്മുടെ അയൽവാസികളാണ്. ഒരു പൈസ പോലും വാങ്ങിക്കാണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ചേച്ചിമാരാണ്. ആ ചേച്ചിമാരാണ് നമുക്ക് ബന്ദി തൈകൾ 2-3 ദിവസം കൊണ്ട് നട്ട് തരുന്നത്. അപ്പോൾ വലിയ ഒരു, അതായത് ഞാനിവിടെ കൃഷി ചെയ്യുമ്പോൾ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് ഈ എൻ്റെ അയൽവാസികളായിട്ടുള്ള ചേച്ചിമാർ, കണ്ട അമ്മച്ചിയൊക്കെ, അങ്ങനെ എല്ലാ ചേച്ചിമാരും കൂടി ചേർന്നുകൊണ്ട് എനിക്ക് ബന്ദി തൈ നട്ടു തരികയാണ്. അപ്പോൾ അതൊരു മനസ്സിന് അതും ഒരു പറഞ്ഞറിയിക്കാത്ത മറ്റു സന്തോഷമാണത്. നമ്മൾ ഈ ഓണത്തിന് 30,000-ഓളം വരുന്ന ചെണ്ടുമല്ലിയും വാടാമുല്ലയും ചേർന്നുള്ള വലിയ ഗംഭീരമായ ഒരു ഓണപ്പൂപ്പാടമാണ് ഒരുക്കാൻ പോകുന്നത്. അപ്പം 4 കളർ ബന്ദികളുണ്ട്. 4 കളർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഒന്ന് വെള്ളയുണ്ട്, അതോടൊപ്പം തന്നെ ഓറഞ്ചുണ്ട്, മഞ്ഞയുണ്ട്, അതുപോലെ തന്നെ ഈ കേരളത്തിൽ ആരും ഇത്തവണ കൃഷി ചെയ്യാത്ത ഒരു ഇനമാണ് റെഡ്, ബന്ദിയിൽ റെഡ്. അത് കൂടാണ്ട് വാടാമുല്ലയുണ്ട്. വാടാമുല്ല നമ്മൾ 20 ദിവസം മുമ്പേ നട്ടത് കൊണ്ട് ഇതേ ഇപ്പോൾ കണ്ട ഒരു പരുവത്തിലായി. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ മുട്ടിട്ട് തുടങ്ങും വാടാമുല്ല. അപ്പം ഓണത്തിന് അത് നന്നായിട്ട് പൂവായി വരും. അതാണ് വാടാമുല്ലയുടെ പ്രത്യേകത. എന്നാൽ എങ്ങനെ പറഞ്ഞാലും നല്ല ഓണം ഗംഭീരമാക്കാൻ, അല്ലെങ്കിൽ കഞ്ഞിക്കുഴിയെ കളറാക്കാൻ ഞാനും ഉണ്ടാകും ഈ രംഗത്ത്. അപ്പോൾ എല്ലാവരും വരണം, നമ്മുടെ കൃഷികൾ കാണണം, പൂന്തോട്ടം കാണണം, സന്ദർശിക്കണം. ഒരുപാട് പ്രത്യേകത ഉണ്ടാകും. ആ പ്രത്യേകതയൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓണത്തിനുള്ള ബന്ദിപ്പൂക്കളെല്ലാം നട്ടു തീരാറായി. ദിവസങ്ങളെടുത്ത് വേണം നടാൻ. കാരണം 30,000-ഓളം വരുന്ന തൈകളാണ് നമ്മൾ നടുന്നത്. തൊഴിലാളികൾ കൂടുതൽ എണ്ണം നമ്മൾ വെച്ചു. 20 പേര് ഇരുന്നുകൊണ്ടാണ് തൈകളെല്ലാം നട്ടുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞത് 2-3 ദിവസം വേണം ഇത്രയും തൈകൾ നട്ടു തീരാൻ. അപ്പോൾ അതെല്ലാം നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഓണത്തെ, ഈ വരാൻ പോകുന്ന ഓണത്തെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ കൂടെ ഉണ്ടാകണം. നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാകണം. ഈ ഓണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിക്കാം.